പിന്നെ എവിടെ ആൾക്കാർ ഇങ്ങനെ മറിഞ്ഞു വരില്ല. അപ്പൊ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാ വാങ്ങിയത് കാണിക്കോ, എന്തൊക്കെയാ വാങ്ങിയത് കാണിക്കോ എന്നിട്ട് ഒരുപാട് പേർക്ക് ക്യൂരിയസ് ഇട്ടുണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ പ്രത്യേക ജുബിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് തന്നെ അത്യാവശ്യം വലിയൊരു ബില്ലാണ് കിട്ടിയത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നല്ല ലോൺ ഏതാണ് എടുക്കാൻ പലിശ കുറഞ്ഞത് നിങ്ങൾക്ക് അറിയാം. അതാണ് ഇപ്പൊ എനിക്ക് അപ്പൊ തന്നെ ടെൻഷൻ, അതുകൊണ്ട് ഞാൻ വീട് വെക്കണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എങ്ങനെയെങ്കിലൊക്കെ നൂലിപ്പറക്കിയൊരു വീട് വെക്കണം. അതെന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവും എനിക്ക് ഇനി തോന്നണില്ല. കാരണം സാധനങ്ങൾ വാങ്ങിയപ്പോ തന്നെ എന്റെ നടു ഒടിഞ്ഞു. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ സാധനങ്ങൾ നമുക്ക് ഓഫറിൽ കിട്ടിയിട്ട് അവിടെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു ചില സാധനങ്ങൾക്ക്. അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയാം അതിലൊന്നും എനിക്ക് തോന്നുന്നു ഈ ബട്ടർഫ്ലൈൻ്റെ മിക്സി കാര്യങ്ങൾ, പിന്നെ ഈ പ്ലേറ്റ് സെറ്റ് സെല്ലോൻ്റെ അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സോ നമുക്ക് നല്ലൊരു ഓഫറിൽ ഫസ്റ്റ് കാണിക്കുന്നത് നമുക്ക് നമ്മൾ കൂടി അന്ന് തന്നെ രാത്രി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേക്കപ്പ് ബൈ അയന്, നമ്മളുടെ ഫാമിലി ഫ്രണ്ടും ജുബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മേക്കപ്പ് ബൈ അയന് അവരും ഇതേപോലെ ഇപ്പൊ അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസം കേട്ടോ. നമ്മളെ അടുത്ത് തന്നെയാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, സോ പിന്നെ അവര് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ വരാറുണ്ട്. കാരണം അവര് ഷോപ്പ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന റെന്റൽ ഷോപ്പ് ഇവിടെ തൊട്ടടുത്താണ്. സോ നമ്മൾ മിക്ക സമയത്ത് ഒരുമിച്ചാണ് ഉണ്ടാവില്ല, അവർ രാത്രി വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് കാണാം. നമുക്ക് പെട്ടെന്ന് കാണിക്കാം, കാരണം കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഇതേപോലെ ഒരു ഫ്രൈ പാന്. ഓക്കെ, പറയാനൊന്നും അറിയില്ല, കാണിക്കാനേ അറിയുള്ളൂ. ഇതാണ് അത് അല്ലേ, ഇതാണത്, അതാണിത്. അയ്യവാ, ബിരിയാണി ചെമ്പോ, ചെമ്പ്. ആ, ഡിന്നർ സെറ്റ് എന്നൊക്കെ പറഞ്ഞ ഊരിക്കോ. അയ്യവാ, ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രം. അല്ല, അവര് പ്ലേറ്റിന്റെ ഇത് തന്നക്കണല്ലോ, പിന്നെന്തിനാ പിന്നും കൊണ്ട് മേടിപ്പിച്ചേ? പിന്നെ എവിടെ ആൾക്കാർ ഇങ്ങനെ മറിഞ്ഞു വരില്ലേ. ആകെ 10 സബ്സ്ക്രൈബേഴ്സ് വന്നായി, 2 കുടുംബക്കാര് വന്നായി. ഓക്കെ, ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങള് വീണ്ടും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനൊന്നും ചെയ്യല്ല, വെറുതെ എത്ര നേരം ബില്ലായത്. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ, നമ്മള് വാങ്ങിയ സാധനങ്ങൾ ഇങ്ങനെ പിന്നെ വാങ്ങിക്കണത്. എനിക്കറിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് കുടുംബിനി ആദ്യമായിട്ടല്ലേ ഞാൻ കുടുംബിനി. ഇത് പ്ലേറ്റ് നല്ല അടിപൊളി പ്ലേറ്റ് കേട്ടോ, സെറാമിക്കിന്റെ നല്ല ഈ ഐറ്റംസ് മൊത്തത്തിൽ ഫുൾ സെറ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്തത് വേഗം അടുത്ത വണ്ടി പിടിക്കും. കാരണം എന്താ വീഡിയോ വലിച്ചു നീട്ടണ്ട. ഞാൻ കഴിഞ്ഞതും വീഡിയോസ് ഷോർട്ട് ആക്കലാണ്. ഉള്ള കാര്യം പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ പറഞ്ഞു പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാറുള്ളത്. മിക്സി നമ്മൾ വാങ്ങിയത് ബട്ടർഫ്ലൈൻ്റെ ആണ് കേട്ടോ. അത് അന്ന് അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. എത്ര എനിക്ക് ഓർമ്മയില്ല, ഓഫർ ഉണ്ടായിട്ട് 2000 രൂപ അങ്ങനെ എന്തോ തോന്നുന്നു. ഇതിമുണ്ടാവും ചിലപ്പോ. ഓ, ഞാൻ അതും വേണോ? ഇത് സെറ്റ് ആക്കണം എന്ന് ഉദ്ദേശിച്ചത് ഇത് വെച്ച് ഞാൻ ഡെയിലി പണിയെടുക്കണമെന്നാണോ? ഇതിന്റെ കൂടെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള നീര് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ള മെഷീനിന്റെ സെറ്റ് ഒക്കെ ഉണ്ട്. ഇതാണത് കേട്ടോ. ഇതൊരു സ്പെഷ്യലാണ്. നമുക്ക് നോർമൽ ജാർ ആണെങ്കിൽ നോർമൽ ജാർ ഇതിലുണ്ടാവും. ഇത് ജ്യൂസിന് മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ആ കോമ്പോ സെറ്റിന്റെ കൂടെ വരുന്നതാണ്. അതാ ഇതിൽ ഫോട്ടോ ഉണ്ട്. ഈ സെറ്റിൽ കാണുന്ന സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, അത് മാറ്റി വെച്ചോളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ വീണ്ടും ഡിന്നർ സെറ്റ് തന്നെ, പ്ലേറ്റിന്റെ സെറ്റ് ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത്. ഇത് മേക്കപ്പ് ബൈന് ഓൾറെഡി ഗിഫ്റ്റ് തന്നത് ഞങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു പർച്ചേസിന് പോയപ്പോ, അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിയത്. എന്തായാലും ജുബി പറഞ്ഞ പോലെ ഇരിക്കട്ടെ, നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോ. എങ്ങനെ വീട് എന്തായാലും ഇപ്പടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു 1-2 കൊല്ലത്തിന് നോക്കണ്ട. എന്നാ തന്നെ എന്നെ കൊറേ ടീംസ് ഇപ്പൊ എന്തേ ആ പൊട്ടിയതിന്റെ വണ്ടിയിൽ ഞാൻ കൂട്ടിയൊന്ന് തരും. ഇത് വൈറ്റ്, ഫുള്ള് വൈറ്റ് ആണ്. മുമ്പത്തെ വൈറ്റ് തന്നെ അല്ലേ, കുറച്ച് പൂവുണ്ടെന്നേ ഉള്ളൂ. അതെ, പൂവുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ജീവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ കുത്തി പറിച്ചിടും. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതന്നെ ആളെ മയക്കി കെടുത്തിട്ടാണ് കേട്ടോ, സോറി ഉറക്കി കെടുത്തിട്ടാണ് കേട്ടോ, 2 കണക്കാ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്
മോപ്പ് ജുബി നോർമൽ ഒരു മോപ്പ് വാങ്ങിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതായിരിക്കും എനിക്ക് ഒന്നും കൂടി കംഫർട്ട്. കാരണം ഇങ്ങനെ കൈകൊണ്ട് പീയുന്നതൊന്നും ഒരു രസമുള്ള പരിപാടിയല്ല. ഇതാകുമ്പോ നമുക്ക് എന്ത് ചെയ്യണ്ട, കൈകൊണ്ട് പീയണ്ട, ആ സ്റ്റിക്കറിനെ പിന്നെ ബാസികാണ് പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അടുക്കളക്കാരെ നോക്കിയാൽ മതി. ദിവസമൊക്കെ മുണ്ടോട്ടല്ലേ സഹായിക്കാതെ വീഡിയോയിൽ പറയില്ല, എന്റെ പെരക്കാരറിയും. എവിടെ എവിടെ ഇവിടെ ഞാൻ നിക്കലുണ്ട ഇരിക്കലുണ്ട വിട്ടേ മണിയാ. ഇതൊക്കെ ഇനി 2 ദിവസം കഴിഞ്ഞാൽ എന്ത് കളറാവോ എന്തോ. ഇതിന്റെ കൂടെ ഇനിയുണ്ട് വസേക്ക, 2 ഉണ്ട്. ഒന്ന് ചീത്താവുമ്പോ ഒന്നിടാം. രണ്ടും വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്താവില്ല. കറുപ്പിട്ടാ മതിയല്ലോ നമുക്ക്. കറുപ്പില്ല ഇല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ കോലെവിടെ കുത്തനെ? കോലില്ലാതെ ഉണ്ടല്ലേ? അങ്ങനെ നമുക്ക് പീസ് ആക്കി വെച്ചിട്ടുള്ളതാണ്. എനിക്കറിയാം ഈ ഡയലോഗ് അടിക്കാം. അതുകൊണ്ട് ഞാൻ എനിക്ക് ചെലവ് വാങ്ങി തരാന്. ചെലവ് വാങ്ങിയാ ഞാൻ വാങ്ങണ്ട പറഞ്ഞു. ഓക്കെ. അല്ല അപ്പൊ ചെലവ് തീയിൽ കാണിക്കണ്ടേ? ഓക്കെ. അപ്പൊ വാട്ട്സ് നെക്സ്റ്റ്? അതിന്റെ ഇടയിൽ ഇതിനോട് ചാമ്പിതാട്ടാ ഈ സാധനം പാമ്പേഴ്സ്. ബാപ്പൊക്കെ നോക്കി ഞാൻ പാമ്പേഴ്സ് ഇട്ട കിടക്കല്. സോറി. പിന്നെ 3 നാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തേക്ക് 2 ബാത്റൂമിലേക്ക്. പിന്നെ ഇത് ഡിന്നർ സെറ്റ്. ഇനിയും ഡിന്നർ സെറ്റാ? കിഡ്നി ഞാൻ ഊഴും. ഇത് ചോറൊക്കെ കാസ്ട്രോൾ എന്നൊക്കെ പറയാം. കാസ്ട്രോള് ചൂടാറാതിരിക്കാന്, ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാന്. ഓക്കെ. പിന്നെ എന്തൊക്കെയാ വാങ്ങിയത്? ടിഷ്യൂന്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഫുള്ള് ടിഷ്യൂ, ലൈസോൾ. ഇത് വാങ്ങിയത് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പത്തിരൊക്കെ പരത്തൂലേ. അപ്പൊ ബസ്സൊക്കെ ഇത് കണ്ടിട്ടില്ല? ഇല്ല. എന്നാത്ത സാധനം ഇതൊക്കെ എപ്പ പൊക്കി? അവിടെ മേലെ കൊറേ നേരം മുട്ടിത്തിരി നടന്നപ്പോഴേ എനിക്കറിയാം കൊറേ സാധനം. ഇതിന്റെ ഉള്ളില് നമ്മള് എണ്ണ ഒഴിക്കും. ഇതിനുള്ളിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ. ഓ അയിന് ഓക്കെ മനസ്സിലായി. അപ്പൊക്കെ ചൂടുമ്പോ ചട്ടിയില് അപ്പം ഒട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് അതിൽ ഉണ്ടാക്കുന്നത് അത് ഒട്ടാതിരിക്കാന് ഫ്രൈ പാനിൽ തേക്കുന്ന സാധനം. ഓക്കെ, അതാണ് എന്റെ കുട്ടി. ഇത് പിന്നെ നമ്മള് കൊറേ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിന്റെ ഉള്ളില് 4 സെറ്റ്. അത് അങ്ങനത്തെ കൊറേ വാങ്ങിയിട്ടുണ്ട്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കണത്, പിന്നെ അരിയിട്ട് വെക്കണത്, അത് അരിയിട്ട് വെക്കണത് കേട്ടോ. ഇത് അതിൽ കാണിച്ചു. അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാനും മൈദപ്പൊടി, ആട്ടപ്പൊടി. പക്ഷെ മൈദപ്പൊടി ആട്ടപ്പൊടിന്റെ ആവശ്യം എനിക്ക് വീട്ടിലെ, കാരണം ഞാൻ പുറത്തുനിന്ന് സാധനം വാങ്ങാണ് ചെയ്യുന്നത്. അതായത് പത്തിരിയൊക്കെ ഒറിജിനൽ ഉണ്ടാക്കിയത് വാങ്ങുള്ളൂ. അതായത് പത്തിരി പരത്താൻ അറിയാത്തൊരു പ്രശ്നം പെണ്ണുങ്ങൾക്ക് ഉണ്ട്. അത് കൊറേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊറേ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിട്ട് കറി നല്ല രീതിയിൽ ഉണ്ടാക്കും എനിക്ക് ഇന്നലെ മനസ്സിലായി. വാവ്, ഇന്നലെ ഉണ്ടാക്കിയ കറി വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് കളിയാക്കുന്നത്. പക്ഷെ അതിക്കുള്ള പത്തിരി, പൊറാട്ട ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ അറിയില്ല, അത് പരത്താൻ അറിയില്ല. ടിഷ്യൂ പേപ്പർ കുറെ, അത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നുണ്ട്. ജീവൊക്കെ ഓരോന്ന് കഴിച്ചതും ഓരോന്ന് ഇതാക്കുമ്പോൾ നമുക്ക് ഞാൻ ഓരോട് കെടുത്തിട്ടുള്ളതാണെന്നുള്ള പറഞ്ഞേ. അല്ല പൊട്ടിച്ച റിട്ടേൺ ആക്കണ്ടല്ലോ. ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു അവർക്ക് സ്റ്റീലിൽ തന്നെ. അല്ലടാ സ്റ്റീലിന്റെ അല്ല, ഇതിങ്ങനെ റാക്കല്ലേ. എനിക്കിത് വേണ്ട, ഒറ്റ ഇങ്ങനെ അതിന്റെ മേലെ പ്ലേറ്റ് വെക്കണ സാധനം മതി എന്നാ പറഞ്ഞിട്ടുണ്ട്. ചുമരുമ്പ വെക്കണ്ടല്ലോ. ഓക്കെ. അപ്പൊ എനിക്ക് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഇങ്ങനെ അത് വെക്കേണ്ട ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ അതേപോലെ റൂം സ്പ്രേ, ദുബായ് പറ്റി പൊട്ടിച്ചതോ. റൂം സ്പ്രേ ഉണ്ട്, ബാത്റൂം ക്ലീനർ ഉണ്ട്, ഇത് ബ്രഷ്, ചെറിയൊരു പാന്, പിന്നെ ചെറിയ പാത്രങ്ങള്, കോപ്പ വാങ്ങിയിട്ടുണ്ട്. ഇതില് മിക്ക സാധനങ്ങളും ചുപ്പി മറന്നിട്ടുണ്ടാവും. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ മിസ്സിംഗ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇപ്പൊ തന്നെ പോയി വാങ്ങാൻ. 2 പുതിയ ബക്കറ്റ് വാങ്ങി. ബക്കറ്റൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു പുതിയ ബക്കറ്റ് വേണം തോന്നിട്ടോ. ഓക്കെ. വസ്വാസ് കുറച്ച് കൂടുതലാണ് ചില നേരത്തെ, അതാണ് എനിക്ക് പറ്റാത്തത്. അത് നമ്മള് ഗസ്റ്റുകൾക്ക് വരുമ്പോ കുടിക്കാന് ഉള്ള സ്പെഷ്യൽ ക്ലാസ് ഇതായി സെയിം ആണ് കേട്ടോ. പിന്നെ ഞാന് നോർമലി ചായ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ജീവ വരുമ്പോഴത്തേക്ക് വേട്ടച്ചാണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ കുക്കർ.
കുക്കറാ അല്ലേ? കുക്കർ ആണല്ലേ? കുക്കർ ഇത്ര ചെറുതോ? പ്രസ്റ്റീജിന്റെ 3 ലിറ്ററിന്റെ ആണെന്നാ പറഞ്ഞിട്ടുണ്ട്. പ്രസ്റ്റീജിന്റെ ഇത് ഓഫർ ഉണ്ടായിരുന്നു, എനിക്ക് ഒന്ന് 999 അങ്ങനെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മേടിച്ചതാണ്. ഓക്കെ, കാണിക്കണ്ട, വെറുതെ പൊട്ടിക്കണ്ട, വേണ്ട. ഓക്കെ, പിന്നെ ഇത് ഇതാണ് ചോറ് വെക്കാനുള്ളത്. അതായത് ഞാൻ മാത്രമേ ചോറ് കഴിക്കുള്ളൂ. പിന്നെ സീരിയ ബസ്സൊക്കെ പിന്നെ ചോറ് കഴിക്കൂലാത്തതുകൊണ്ട് ഞാൻ വലുതെടുത്തിട്ട് ചെറുതെടുത്തിട്ടുള്ളൂ. അത് മതി നമ്മൾ 2 ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ ഗസ്റ്റ് വരുമ്പോഴല്ല, അതിന് നമുക്ക് ബിരിയാണി പോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ബാത്റൂം കേൾക്കാനുള്ളത് സൂക്ഷിച്ചു കൊണ്ട് കേൾക്കണം. ബസ് കേൾക്കാം, മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വൈറ്റ് ഇട്ടത്, ബ്ലാക്ക് ഇട്ടത് കേൾക്കോണ്ട് ഞാൻ കേക്കിട്ട് അവിടെ വൃത്തിയാവും. ഇത് പിന്നെ ചോറ് മൂടുന്ന പാത്രം. ഇത് പിന്നെ ജ്യൂസ് അരിപ്പ. പിന്നെ ജ്യൂസ് അരിപ്പ. അത് പറഞ്ഞാൽ ജ്യൂസിന് മാത്രല്ല അരിപ്പ യൂസ് ചെയ്യാ, പിന്നെ എന്തിനാ യൂസ് ചെയ്യാ? കൊറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഇല്ല, ജ്യൂസ് അരിപ്പാണിത്. ചായന്റെ അരിപ്പ ചെറുതാണ് ബാസിയാക. അത് മനസ്സിലായി. എന്നാലും ജ്യൂസ് അരിപ്പാന്ന് പറയാ, ഞങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അരിപ്പ ഓക്കെ. പിന്നെ അതാ തേങ്ങ വാങ്ങിയിട്ടുള്ളൂ. ഒരു തേങ്ങ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. തേങ്ങ അവിടെ ഇഷ്ടംപോലെ വീട്ടിലുണ്ട്. വേണമെങ്കിൽ അവിടെ എടുത്തുണ്ട് തറവാട്ടിൽ നിന്ന്. പിന്നെ ഇങ്ങനത്തെ കുറെ കൈലുകൾ. ഇതിൽ എനിക്ക് കുറെ കൈലുകളൊന്നും അറിയില്ല. അതിനെക്കൂടെ നിങ്ങളൊന്ന് പറഞ്ഞുതരാം എന്തൊക്കെ കൈലുകൾ ഇങ്ങനെ. തള്ളക്കൈല്, കൊട്ടുകൈല്, ചാക്ക്, എണ്ണ കോരുന്ന സാധനം. പിന്നെ അതിന്റെ ഇടയിൽ പിസ്തൊക്കെ കാണണേ എന്താ? മമ്പയറുകാരല്ലേ? ഞാൻ പിസ്തയാണ്. ഓക്കെ. പിന്നെ അങ്ങനത്തെ അല്ല ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോയതല്ലേ, സുർക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മൈദപ്പൊടി, കറാമ്പൂ, അങ്ങനത്തെ എല്ലാ പലചരക്ക് സാധനങ്ങളും. പക്ഷെ ഞാൻ തക്കാളി അതൊന്നും ഞാൻ വാങ്ങാൻ അയച്ചിട്ടില്ല. അതൊക്കെ ആവശ്യാനുസരണം നമ്മുടെ താഴത്തുനിന്ന് അപ്പൊ തന്നെ വേണ്ടത് അപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു താഴത്തുനിന്ന് ചെയ്ത്. കാരണം ഇതിന്റെ നേരെ താഴത്തിന്റെ 2-3 ഷോപ്പ്. ഇങ്ങനത്തെ ഇത് വാങ്ങിയിട്ടില്ല കേട്ടോ. എന്താ പറയാ, ചീനച്ചട്ടി കുറച്ച് 2-3 സ്റ്റീലിന്റെ കുണ്ടപാത്രങ്ങളില്ലേ, ചോറൊക്കെ കറിയൊക്കെ വെളുമ്പാണ് അത് വാങ്ങിയിട്ടില്ല. അതൊന്നും എനിക്ക് അത്യാവശ്യമായിട്ട് ഞാന് പറഞ്ഞോണ്ടിരിക്കാണ്. അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളാണ്. പോടാ. പിന്നെ നാളെ ഞാൻ വസ്ത്രക്ക നാളെ എനിക്ക് കല്യാണം ഉണ്ട്. ഞായറാഴ്ച അല്ലേ, എവിടെയൊക്കെ കല്യാണം ഉണ്ടാവും. ഞാൻ വേണ്ട. വേണം നമുക്ക് ഉണ്ടാക്കാം. സാധനങ്ങൾ വേഗം എനിക്ക് സാധനങ്ങൾ വേഗം. ഇത് ഫ്രിഡ്ജിൽ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള കുഞ്ഞു പാത്രം, വലിയ പാത്രം അതിന്റെ ഉള്ളിൽ ചെറിയ പാത്രം, അതിന്റെ ഉള്ളിൽ ചെറിയ പാത്രം കേട്ടോ. വെച്ചോ, ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. വീണ്ടും ഒരു റൂം സ്പ്രേ കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. കുറച്ചാണല്ലേ തേങ്ങ അതിനുള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ വാങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയൊരു ബില്ലുണ്ടായിരുന്നു. ഓ, അതായത് ഈ പ്രൊഫഷണൽ കുക്കുമാരൊക്കെ ഇടുന്ന സാധനങ്ങള്. ഇത് എനക്കെന്തിനാണ്? കുക്കാണ്, കൊക്കാണ്. ജിന്റെ എടുക്കരുതിട്ടാ. ഇന്റെതോടെ എനിക്ക് മാത്രം വാങ്ങിയിട്ടുള്ളൂ. അത് എനിക്കത് മതി. എനിക്ക് പൂവുള്ളത് മതി. പൂവൊന്നും വല്ലാതെ നീട്ടി പറയല്ലേ. അതിന്റെ ഇടയിൽ വീഡിയോ അങ്ങനെ ബഫറായ പോലെ തെറിയ വിചാരിക്കും. ഇത് എനിക്ക് മാത്രം യൂസ് ചെയ്യാൻ കുളിക്കുമ്പോൾ ഒരക്കണ സാധനം. കുളിക്കാത്തവർക്ക് ഇത് വേണ്ട. ഇജി കുളിക്കലുണ്ടായിന്? ഈ കുളിച്ചിട്ട് എത്ര കാലായി? ഇപ്പൊ ഈ പരി വന്നിട്ട് ഇന്നേ വരെ കുളിച്ചാൻ പോലും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടേക്കും. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മള് അർജന്റായിട്ട് മേടിച്ചിട്ടുള്ളത് വീട്ടിലേക്ക്. ഓക്കെ, നീ പറഞ്ഞ ഈ കുണ്ടപാത്രം മാത്രമല്ലോ, കുണ്ടപാത്രം കൂടി വാങ്ങിയാലേ ഞങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഒത്തിരി സാധനങ്ങളെ ആണ് നമ്മൾ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഇതില് വീട്ടിലില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു ഈ മിക്സി. ബാക്കി കെറ്റില് തൊട്ട് ഹീറ്റർ തൊട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഹീറ്റർ ഉണ്ടോ? ഉച്ചക്ക് നല്ല ചൂടുവെള്ളം വരും. ഇവിടുന്ന് അതായത് 11 മണിയാകുമ്പോ പൈപ്പ് തുറന്ന നല്ല ചൂടുവെള്ളമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഈ റാക്ക് ഞങ്ങൾ എവിടുന്ന് മേടിച്ചതെന്ന് കുറെ ആൾക്കാര് കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ 600-500 രൂപക്ക് എന്തോ കൊണ്ടോട്ടി വൈക്കപ്പെടുക്കോ പോയപ്പോ വാങ്ങിയതാ. അത് നമ്മൾ വേറെ സാധനം വാങ്ങാൻ കയറിയതായിരുന്നു. അപ്പൊ അത് കണ്ടിഷ്ടപ്പെട്ടപ്പോ ജീവന് അത് വാങ്ങി ഡ്രസ്സൊക്കെ വെക്കാന്. ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത്. വലിയ ജീവ് കയറിയിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത്ര വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. യെസ്, ബാഗ് അടർന്ന് പോരുന്നുണ്ട്. ഇതിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മളെ കോട്ടക്കില് പോപ്പീസിലുണ്ട് കേട്ടോ.
അവിടെ ഒരു 20% ഓഫറിൽ ഈ സാധനം അവിടെ കണ്ടിട്ടുണ്ട്. സോ വേണ്ടവർ അവിടെ പോയി മേടിച്ചോളൂ. അത് ഇങ്ങനെയല്ല, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വലിയ ആൾമറ, കിഡ്സിന് പറ്റിയ വലിയ ആൾമറ, കുറേ ഷെൽഫും റാക്കൊക്കെ വരുന്ന സാധനം ഞങ്ങൾ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഇൻഷാല്ലാ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ എല്ലാ സാധനങ്ങളും കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ക്ലാസ്സുകള് സെറ്റൊക്കെ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തിരി സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ടൈം പോയി പർച്ചേസ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ട്രൈ ദാറ്റ് അറ്റ് ഹോം. ഇന്നലെ വാങ്ങിയത്, ഇന്നലെ ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ രാത്രി കിടന്നപ്പോ രാവിലെ വരെ അത് ആലോചിച്ചത്. അത്രയും ടേസ്റ്റിലൊക്കെ ഇത് ഉണ്ടാക്കുമോ എന്നുള്ളതിന് എന്റെ പ്രശ്നം. പക്ഷെ സാധനം അടിപൊളിയായിരുന്നു. ഇത് ഹോട്ടലിൽ വാങ്ങിയതല്ലാന്ന് സത്യം ചെയ്യും. ഹോട്ടലിൽ വാങ്ങാൻ ഞാൻ ഈ യാത്രക്ക് ഏറെ പോവാനോ ഒറ്റയ്ക്ക്. ഓക്കെ, ശരി എന്നാലും. പക്ഷെ ഇനി ഞാൻ എന്റെ കുക്കിംഗ് വീഡിയോ ചെയ്യും. ജുബി 2 കൽപ്പിച്ചാണ് ഗൈസ്. ഇനി കുക്കിംഗ് വീഡിയോ നമുക്ക് തിരിയാനാണ് ജുബിന്റെ തീരുമാനം. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. മറക്കാതെ വീഡിയോസ് സ്ഥിരം കാണാം. പുതിയ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെ ഇഷ്ടമുള്ള കമന്റുകൾ ഇടുക. നിങ്ങൾക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് മറക്കണ്ട കേട്ടോ, 1 മില്യൺ ആയാൽ ഞാൻ ഇതിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിവ് അവേ കാര്യമായിട്ട് തരാൻ കാത്തിരിക്കണം. ജീവനെ ചിലപ്പോൾ ഇട്ടു, കാരണം ചില നേരത്തുള്ള സ്വഭാവം നമുക്ക് ഗിവ് അവേ തോന്നലുണ്ട്. കമന്റിൽ ചോദിക്കലുണ്ട് ചിലർ ജീവനെ ഗിവ് അവേ കൊടുക്കുന്നുണ്ടോ. എല്ലാവർക്കും ജീവനാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതിനെ ആക്കാം അല്ലെ. 1 മില്യൺ ആയാലും ജീവനെ ഗിവ് അവേ കൊടുക്കാം. പറ്റില്ല. സാറ് ഉറങ്ങാണ്. സാറുണ്ടെങ്കിൽ ഇപ്പൊ അറിയാലോ വീഡിയോ അങ്ങനെ ഒന്നും ആവൂല. ആകെ ഇതൊക്കെ പണ്ട് വലിച്ചിട്ട് ആ ക്ലാസ് ഒക്കെ 2 പൊട്ടിച്ച് എണീക്കുമ്പോ തന്നെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.